ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ദേവു അവൾ പറയുന്നുണ്ട്, ശ്രുതി ആദ്യം ഒരു ഗർഭിണിയായിട്ടുണ്ട്, അവൾ പ്രസവിച്ചിട്ടുണ്ട്, ഇത് രണ്ടാമത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതി ആകെ തളരുന്നുണ്ട്. രേവതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആദ്യത്തെ കുട്ടി ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവു പറയുന്നുണ്ട്, അപ്പോൾ ചേച്ചി ഇത്ര കാലം ശ്രുതി ചേച്ചി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സുധിയേട്ടനെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രേവതിക്ക് ആകെ അന്തം മറിഞ്ഞിട്ട് രേവതി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ച് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സച്ചിക്ക് ഒരു കോള് വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് അയാളുടെ ഭാര്യ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദ്യത്തെ പ്രസവമാണോ സാർ, രണ്ടാമത്തെ പ്രസവമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് രേവതി പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവമോ രണ്ടാമത്തെ പ്രസവമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നത് ആ രണ്ടാമത്തെ പ്രസവമാണ് ഇത്രയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, ആ രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ ആദ്യത്തെ കുട്ടി ജീവിച്ചിരിപ്പ് ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയേ, നീ ഏതെങ്കിലും ബാറിൽ കയറിയോ, അതോ എന്താ ഞാൻ കയറണ പകരം നീയാണോ കയറിയേ, എത്ര എണ്ണം വീശി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി ഇതൊക്കെ അന്തം വിട്ടിട്ട് പിന്നെ രേവതി വീട്ടിൽ പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ കുട്ടിയപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചന്ദ്രൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താ അണക്ക്, നീ ഈ ലോകത്തൊന്നും അല്ലേ, നീ ഇവിടെയൊന്നും അല്ലേ, അണക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സച്ചി പൂമാല ഇതൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. ആ സമയം സച്ചി വിചാരം രേവതി ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ടാണ്. അവൻ സന്തോഷം കൊണ്ട് ലഡ്ഡുവൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.